മാധു, ഇന്ന് സുപ്രീം കോടതി 9-അംഗ ബെഞ്ചുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് കോടതി ഇന്ന് ചീഫ് ജസ്റ്റിസ് ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതിലാദ്യം പരിഗണിക്കുക ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയമാണെന്ന് പറയുന്നു. അപ്പോൾ അതിൽ വാദവും പ്രതിവാദവും നടക്കും. അതിനുള്ള ദിവസങ്ങളടക്കം നിശ്ചയിച്ചിരിക്കുകയാണ്. അതിനുശേഷം നിയമമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആ ഉത്തരം വ്യക്തമാണോ? ഉത്തരത്തിൽ ആശങ്കയുണ്ടോ? വ്യക്തമായൊരു ഉത്തരം പറയണമെങ്കിൽ ഒന്നുകിൽ യെസ് എന്ന് പറയണം, അല്ലെങ്കിൽ നോ എന്ന് പറയണം. നിയമമന്ത്രി ഇന്ന് യെസ് ഓർ നോ പറയാനുള്ള സാഹചര്യമല്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മളിതിന്റെ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ നോക്കൂ, കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെയായിരിക്കും ഈ വിവാദ വിഷയവുമായി ബന്ധപ്പെട്ട വാദങ്ങൾ കോടതിയിൽ പുരോഗമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് നോക്കൂ, ഇതൊരു സാഹചര്യമാണ്, ഇതൊരു പ്രതിസന്ധിയാണ്. ഇത്രമേൽ വിവാദമായൊരു വിഷയത്തിൽ, ഇത്രമേൽ സാമുദായിക സഹോദര്യവുമായി ബന്ധപ്പെട്ട സൗഹാർദ്ദവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഉത്തരം പറയേണ്ടി വരിക എന്ന് പറയുന്നത് വലിയ പരിമിതിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏത് തലയിലും ഏത് സാഹചര്യത്തിൽ നോക്കിയിട്ടുണ്ട് എങ്കിലും ഇരുതല മൂർച്ചയുള്ള ഒരു വിഷയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഒരു തിരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നിൽ നിന്ന് അതിന് മറുപടി പറയേണ്ടി വരുന്ന സാഹചര്യം വലിയ പ്രതിരോധം സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ ഇന്നതിൽ കൃത്യത നിയമമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വ്യക്തമായ ഒരു ഉത്തരം പറയാൻ താൻ തയ്യാറല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. യെസ് ഓർ നോ പറയാൻ എന്ന സാഹചര്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ്സും അല്ല നോയും അല്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ വ്യക്തത. അതുകൊണ്ട് തന്നെ ഉത്തരത്തിൽ ആശങ്കയുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇന്ന് ജയദീപ് ഗുപ്ത കോടതിയിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് സോ ഫാർ ദ സ്റ്റേറ്റ് ഹാഡ് സപ്പോർട്ടഡ് ദ പെറ്റീഷനേഴ്സ് ആൻഡ് ഒപ്പോസ്ഡ് ദ റിവ്യൂ എന്ന് തന്നെയാണ്. അതായത് ഈ കാര്യത്തിൽ സർക്കാരിന് 2007 സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കാനാണ് എങ്കിൽ സർക്കാരിന്റെ നിലപാട് ഇന്നതാണ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതുവരെ ഈ പെറ്റീഷനേഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, റിവ്യൂവിനെ ഒപ്പോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള നിലപാടാണ് ജയദീപ് ഗുപ്ത സ്വീകരിച്ചത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഇന്ന് അദ്ദേഹം ആ നിലപാട് സ്വീകരിച്ചതെങ്കിൽ അതിൽ മാറ്റമുണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ 2007 VS അച്യുതാനന്ദൻ്റെ സമയത്തുണ്ടായ ഒരു സത്യവാങ്മൂലം അവിടെയുണ്ട്. 2016 ഫെബ്രുവരിയിലാണ് ഉമ്മൻചാണ്ടി സർക്കാർ ആചാരം തുടരണം, വിവേചനം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ 2016 അതേ വർഷം തന്നെ മെയ്യിൽ അധികാരത്തിൽ വന്ന സർക്കാർ എന്താണ് പറഞ്ഞത് എന്നറിയാമോ? 2007 ഒറിജിനൽ സത്യവാങ്മൂലത്തിലേക്ക് മടങ്ങുന്നു എന്നുള്ളതാണ്. ഒറിജിനൽ എന്ന വാക്ക് അവിടെയുണ്ട്. അപ്പോൾ അവരത് നിഷേധിക്കുന്നില്ല. അതിനിടയിൽ സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ദേവസ്വം ബോർഡ് നിലനിൽക്കുന്നത് കോൺഗ്രസിന്റെ ഭരണത്തിന് കീഴിൽ അധികാരത്തിൽ വന്ന അതേ ദേവസ്വം ബോർഡ് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ സ്വീകരിച്ച നിലപാട് എന്ന് പറയുന്നത്, അവരുടെ അഭിഭാഷകൻ സ്വീകരിച്ച നിലപാട് എന്ന് പറയുന്നത് സർക്കാരിന് അങ്ങനെ, അതായത് പാർട്ടി മാറുന്നതിനനുസരിച്ച് ആ നിലപാട് കൈക്കൊള്ളാൻ കഴിയില്ല എന്നാണ് അന്ന് ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകൻ അവിടെ സ്വീകരിച്ച നിലപാട് എന്നതും ഞാൻ മനസ്സിലാക്കുന്നു. അതായത് രാഷ്ട്രീയമായ വ്യത്യാസമുണ്ട്. ഒരു സ്റ്റേറ്റ് എന്ന നിലയ്ക്കല്ല, രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വം നൽകുന്ന രണ്ട് സർക്കാരുകൾ. ഈ കേസിന്റെ അവസാനം വരെ ആ നിലപാടാണ് സ്വീകരിച്ചത്. സർക്കാർ മാറി പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷവും ഈ കേസിൽ അവസാനവും ദേവസ്വം ബോർഡ് സ്വീകരിച്ച നിലപാടായിരുന്നു. അഭിഷേക് സിംഗ്വി ആയിരുന്നു ദേവസ്വം ബോർഡിന്റെ. കൃത്യമാണ്. പക്ഷേ ഒരു സ്റ്റേറ്റ്മെന്റ് മാറിക്കൊടുക്കുന്ന സാഹചര്യത്തിലും സ്റ്റേറ്റ്മെന്റ് മാറുകയാണല്ലോ, സത്യവാങ്മൂലം മാറുകയാണ്. അതെ, സത്യവാങ്മൂലം മാറിക്കൊടുക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്ന സമയത്ത് അതിന് ആദ്യത്തെ സമയത്ത് തന്നെ അതായത് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് തന്നെ കെ വേണുഗോപാലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആ നിലപാടാണ് അവിടെ ആ സമയത്ത് തന്നെ സംശയലേശം എന്നെ സ്വീകരിച്ചത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദേവസ്വം ബോർഡ് ആ ഘട്ടത്തിൽ തന്നെ, അതായത് കോൺഗ്രസിന്റെ സർക്കാരിന്റെ കീഴിൽ അധികാരത്തിൽ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് ആ സമയത്ത് തന്നെ അതിനെതിരായ നിലപാട് ആ കോടതിയിൽ സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പഴയ ഒറിജിനൽ സത്യവാങ്മൂലം, ഒറിജിനൽ നിലപാട് എന്നാണ് 2016 മെയ്യിൽ ഈ സർക്കാർ പുതിയ സത്യവാങ്മൂലം കൊടുക്കുമ്പോൾ കോടതിയിൽ അറിയിച്ചത് എന്നുള്ളതാണ്. 2007 എന്നുള്ളതാണ്. എന്താണ് സത്യവാങ്മൂലം കൊടുത്തിട്ടില്ല, ആർഗ്യൂ ചെയ്തപ്പോൾ പറഞ്ഞത് സത്യവാങ്മൂലമല്ല, പക്ഷേ നിലപാട് പറയുന്നു. അതിനുശേഷം പുനഃപരിശോധന വരുന്ന ഘട്ടത്തിലും 2007 ഒറിജിനൽ നിലപാടിലേക്ക് മടങ്ങുന്നു എന്നുള്ളതാണ് അന്ന് കോടതിയെ അറിയിച്ചത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വിഷയം സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ വലിയ തോതിലുള്ള വാദപ്രതിവാദങ്ങൾക്ക് വഴിവെക്കും എന്നുള്ളതാണ്. ഇന്നും വന്ന രാഷ്ട്രീയ പ്രതികരണങ്ങളിൽ സർക്കാർ കൃത്യമായ നിലപാട് പറയണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. നിയമമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ കൃത്യമായി അദ്ദേഹം പറയുന്നത് ഇതൊരു ബൈനറിയിൽ നിൽക്കുന്ന കാര്യമല്ല. ഈ കാര്യത്തിൽ ഇനി 9-അംഗ ബെഞ്ച് വാദം തുടങ്ങേണ്ടതുണ്ട്. സർക്കാരിന് വാദം എഴുതി നൽകാൻ ഉള്ള സാഹചര്യം തുറന്നു വന്നിരിക്കുന്നു. ആ ഘട്ടത്തിൽ സർക്കാർ കോടതി നിലപാട് അനുസരിച്ച് ഉള്ള തീരുമാനം അറിയിക്കും എന്നുള്ളതാണ്. പക്ഷേ അതിലൊരു മാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇന്ന് NSS ജനറൽ സെക്രട്ടറിയും ഇന്ന് SNDPയുടെ ഭാഗത്തു നിന്നും ഒക്കെ
ഒക്കെ വരുന്ന പ്രതികരണങ്ങൾ എന്ന് പറയുന്നത് സർക്കാരിനെ വലിയ തോതിൽ സമ്മർദ്ദത്തിലാക്കുന്ന ഒന്ന് തന്നെയാണ്. അടുത്ത തിരഞ്ഞെടുപ്പ് ഇതിന്റെ പേരിൽ തന്നെ ഒരു വിധിയെഴുത്തിലേക്ക് വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഞാൻ യഥാർത്ഥത്തിൽ വിചാരിക്കുന്നത്. പറഞ്ഞത് സർക്കാർ അവിടെ യുവതികളെ പ്രവേശിപ്പിക്കുന്നില്ല, സർക്കാരിന്റെ തീരുമാനത്തിന് പിന്തുണ എന്നാണ്. സർക്കാർ മാത്രമല്ല, ഇതിനു മുൻപ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ എന്താണ് പറഞ്ഞത്? സർക്കാരിന് യുവതികളെ വീണ്ടും പ്രവേശിപ്പിക്കാമായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് പി രാജീവ് സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ അവിടെ സ്റ്റേ ഇല്ല എന്നുള്ളൊരു കാര്യം. സ്റ്റേ ഇല്ല എന്നുള്ള കാര്യം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ അതിനുശേഷം എത്ര തെരഞ്ഞെടുപ്പ് വന്നു? ഇപ്പോൾ കഴിഞ്ഞ ദിവസം അനുസാർ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞല്ലോ, 2021 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇവിടെ യുവതി പ്രവേശന വിഷയം ഉണ്ടായിട്ടാണോ ഇവിടെ സർക്കാർ ഉണ്ടായിരുന്നത്? ഏത് തെരഞ്ഞെടുപ്പിലാണ് വിഷയമാകാത്തത്? ഏതു തെരഞ്ഞെടുപ്പിലാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയം? 2025 ഏതു തെരഞ്ഞെടുപ്പിലാണ്? ഈ 2019 ഈ വിഷയം ഉണ്ടായതിനു ശേഷം ഏതു തെരഞ്ഞെടുപ്പിലാണ് ശബരിമല ചർച്ചയാവാത്തൊരു തെരഞ്ഞെടുപ്പ് ഇവിടെ നടന്നിട്ടുള്ളത്? ഏത് രാഷ്ട്രീയ യോഗത്തിലാണ്? പക്ഷെ അത് വോട്ടർമാരെ സ്വാധീനിച്ചു എന്ന് പറയാൻ പറ്റില്ല. കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുകയാണ്. അന്ന് അടുത്ത പ്രധാനമന്ത്രി എന്ന നിലയ്ക്കുള്ള ക്യാമ്പയിനൊക്കെയാണ് ഉണ്ടായത്, ശരിയാണ്. പക്ഷേ ശബരിമല വിഷയം ചർച്ചയായിട്ടില്ല എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യം നിലവിലില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സുവർണാവസരം എന്ന നിലയ്ക്ക് BJP അതിനെ കണ്ടിരുന്നു, വലിയ തോതിൽ ചർച്ചയായിരുന്നു. ഇപ്പോൾ ഈ ഘട്ടത്തിലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ശബരിമല ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടില്ല എന്ന് രണ്ട് രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞു. പക്ഷേ ജനങ്ങളുടെ പ്രതികരണം എന്ന നിലയ്ക്ക് മാധ്യമങ്ങൾ കാണുന്ന സമയത്തെല്ലാം, ജനങ്ങളെ പോയി കാണുന്ന സമയത്തെല്ലാം ശബരിമല വിഷയം ചർച്ചയാവുന്നില്ലേ? നമ്മളെല്ലാവരും എക്സിറ്റ് പോൾ എടുത്തിട്ടുണ്ടല്ലോ, നമ്മളെല്ലാവരും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തേടിയിട്ടുണ്ടല്ലോ. ഏതെങ്കിലും ഒരാൾ ശബരിമല ചർച്ചയാകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? രാഷ്ട്രീയ പാർട്ടികൾക്ക് ശബരിമല വിഷയം പ്രതിഫലിച്ചിട്ടില്ല എന്ന് വോട്ടിനെ സ്വാധീനിക്കുന്നതും ജനങ്ങൾ എന്തിനാണ് അഭിപ്രായം പറയുന്നത്? ജനങ്ങൾ അഭിപ്രായം പറയാം, പക്ഷെ വോട്ടിനെ സ്വാധീനിച്ചെങ്കിൽ അത് ഈ പറയുന്ന MP-മാരിലെ MLA-മാരൊക്കെ കാണണ്ടേ? അല്ല, കോൺഗ്രസിന് അനുകൂലമായ വിധിയെഴുത്തല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയാണെന്നും അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള വ്യക്തിയാണെന്നും അദ്ദേഹം വയനാട്ടിലാണ് മത്സരിക്കുന്നതെന്നും പറയുന്നതിനേക്കാൾ വലിയ ഇമ്പാക്ട് നമ്മളിത് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം CPM ആ വിലയിരുത്തൽ നടത്തുകയും ഭവന സന്ദർശനം നടത്തി പിഴവ് പറ്റിയെന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുള്ളത് നമ്മുടെ മുന്നിലുള്ള കാര്യമാണ്. അപ്പോൾ അത് നിഷേധിച്ചിട്ട് കാര്യമില്ല. മറ്റൊരു കാരണം രാഹുൽ ഗാന്ധി എന്ന വിഷയം അവിടെ ഉണ്ടായിട്ടുണ്ടാകാം. അത് മാത്രമല്ലല്ലോ, ഇപ്പോൾ കനൽ ഒരു തരിയായി ഒതുങ്ങിയതിന്റെ കാരണം ചെയ്യുമ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കോൺഗ്രസ് പല വേദികളിൽ പറയുന്നുണ്ട്. CPM ഓരോ ഇടത്തും പോയി ഓരോ വീട്ടിലും കയറി ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പഞ്ചായത്ത് ഇലക്ഷന്റെ സമയത്ത് പഞ്ചായത്ത് ഇലക്ഷൻ ജനങ്ങൾക്ക് എന്തുകൊണ്ടാണ് തോൽവി ഉണ്ടായത് ഓരോ വീടുകൾ കയറി ചോദിക്കുന്നില്ല. വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ക്ലാരിഫിക്കേഷൻ വരുത്തുന്നത്. തിരഞ്ഞെടുപ്പിന്റെ തോൽവി ഉണ്ടാകുമ്പോൾ ശരിയാണ്, എന്തുകൊണ്ട് തോറ്റു എന്നറിയാൻ വീട് കയറി പോകും. പക്ഷേ ആ തിരഞ്ഞെടുപ്പിന്റെ വിധി എഴുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ആ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്ന് വിചാരിച്ച ഒരു രാഷ്ട്രീയ വിഷയത്തിന് വേണ്ടിയിട്ട് ഓരോ വീടും കയറിയത്. അങ്ങനെ തന്നെയാണല്ലോ സാധാരണ. തിരിച്ചടി കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചടി കിട്ടി. ശബരിമലയിൽ നിന്നല്ല തിരിച്ചടി കിട്ടിയത്. പിന്നെ എന്തിനാണ് ശബരിമല വിഷയം വിശദീകരിക്കാൻ പോയത്? പിന്നെ എന്തിനാണ് ഇങ്ങനെയാണ് ഈ പഞ്ചായത്ത് ഇലക്ഷൻ എന്താ വിശദീകരിക്കാൻ പോയത്? അന്നൊരു കാരണമായിരുന്നു. നിങ്ങൾ എത്ര നിഷേധിച്ചിട്ടും കാര്യമല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ കാര്യമുള്ളത് അത് ശരി. അപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട തലക്കെട്ടും പറയേണ്ട കാര്യമുണ്ട് എന്നല്ല ഞാൻ എന്റെ ഭാഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. എസ്ഓർണോ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഈ വാദഗതികൾ പുരോഗമിക്കുന്ന സമയത്ത് അത് പരിതാപകരമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം കേരളത്തിലെ ഒരു രാഷ്ട്രീയ വിധിയെടുത്ത ഒരു സാമുദായിക വിഷയത്തിലോ ഒരു മതവിഷയത്തിലോ ആകരുത് എന്ന നിർബന്ധ ബുദ്ധിയും വിശ്വാസവുമാണ് എനിക്ക് തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ളത്. അങ്ങനെ ഒരു എസ്ഓർണോ പറയേണ്ടി വരുന്ന സാഹചര്യം സർക്കാരിനുണ്ടാവുന്നത് പരിതാപകരമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ശരി. അപ്പോൾ ഉത്തരത്തിൽ ആശങ്കയുണ്ട് സർക്കാരിന്. ശരി. Meet the editors.